ായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വി ഹാർട്ട്ലി വെൽക്കം യു ടു ദിസ് മോർണിംഗ് ഡെലിവറൻസ് ഡിവോഷനിൽ. ആമേൻ. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6 മണിക്ക് നമുക്ക് മോർണിംഗ് ഡിവോഷൻ ഉണ്ടല്ലോ. പ്രാർത്ഥനയോടെ നിങ്ങൾ സംബന്ധിക്കണമേ. ഇന്ന് പുതുതായി ജോയിൻ ആയിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുക. വേഗത്തിൽ ഇന്നത്തെ വചനധ്യാനത്തിനായി ജെറമിയ പ്രവചനം 31 അധ്യായം അതിൻ്റെ 3 വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ജെറമിയ ചാപ്റ്റർ 31 വേഴ്സ് 3. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഈ മന്തിന്റെ ഒക്ടോബർ മന്തിൽ നമ്മുടെ പ്രോമിസ് വേർഡ് എത്ര പേർ ഓർക്കുന്നുണ്ട്? ഒക്ടോബർ മന്തിന്റെ നമ്മുടെ പ്രോമിസ് വേർഡ് ദ ഗോഡ്സ് ഗ്രേറ്റ് മേഴ്സി വിസിറ്റേഷൻ എന്നാണ്. ദൈവത്തിന്റെ മഹാകരുണ നമ്മളെ വിസിറ്റ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ആ കരുണ നമ്മളെ തൊടുന്ന, നമ്മളെ വിസിറ്റ് ചെയ്യുന്ന, നമ്മുടെ കുടുംബത്തെ വിസിറ്റ് ചെയ്യുന്ന, നമ്മുടെ തലമുറകളെ വിസിറ്റ് ചെയ്യുന്ന, നമ്മുടെ ജോബിനെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ മിനിസ്ട്രിയെ ദൈവത്തിൻ്റെ ഗ്രേറ്റ് മേഴ്സി വിസിറ്റ് ചെയ്യുന്ന ഒരു മന്തായിരിക്കും ഈ മന്തെന്നാണ് കർത്താവിൻ്റെ ഉള്ളത്തിൽ ആമേ തന്ന ദൂത്. അപ്പൊ ഈ മന്തിന്റെ നമ്മുടെ പ്രോമിസ് വേർഡ് ദൈവത്തിന്റെ മേഴ്സി, കമ്പാഷൻ, ദൈവത്തിന്റെ മേഴ്സി, കരുണയെ കുറിച്ചാണ്. ഇവിടെ 31 അധ്യായം 3 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നിത്യസ്നേഹം കൊണ്ട് നിത്യതയോളം നമ്മളെ സ്നേഹിക്കാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് നമ്മുടെ യേശു കർത്താവിനാണ്. മറ്റുള്ളവരുടെ സ്നേഹം അല്പകാലമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ അത് നമ്മളിൽ നിന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവരുടെ സ്നേഹമൊക്കെ തണുത്തുപോകും. എന്നാൽ നിത്യസ്നേഹം കൊണ്ട് നിത്യതയോളം നമ്മളെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന നമ്മുടെ യേശു അപ്പയാണ്. യേശുപ്പയ്ക്ക് കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാണ്. അപ്പച്ച, അങ്ങയുടെ ആ സ്നേഹത്തിനായി സ്തോത്രം. അപ്പൊ ഇവിടെ പറയുക, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നേ? ആമേൻ. ഞാൻ നിനക്ക് എന്റെ മേഴ്സി ഞാൻ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ സ്നേഹം, ആ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ മേഴ്സി, എന്റെ കരുണ നിനക്ക് ദീർഘമാക്കിയിരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും? ആമേൻ. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവമേ നിന്റെ കരുണ കൊണ്ട് മാത്രമാണ്. ആമേൻ ലോർഡ്. ആമേൻ. ഞാൻ പെരിശായി പോകാഞ്ഞത്, ഞാൻ ഡിസ്ട്രോയ് ആയി പോകാഞ്ഞത്, ഞാൻ തകർന്നു ഉടഞ്ഞ് ആമേൻ പോകാഞ്ഞത്, ശത്രു എന്നെ പാറ്റിക്കളയാതിരുന്നത്, ആമേൻ കർത്താവേ നിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പാ ആമേൻ സ്തോത്രം. ഞങ്ങൾ ഇതുവരെ എത്തിയെന്നല്ല, നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. നിന്റെ കരുണ, നിന്റെ മേഴ്സി ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. എൻ്റെ മേൽ നിന്റെ ദയ ദീർഘമാക്കിയതിനാൽ സ്തോത്രം. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, ആമേൻ, എൻ്റെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ സഭയുടെ മേൽ നിന്റെ ദയ ദീർഘമാക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കും ഈ പ്രഭാതത്തിൽ? അപ്പാ, നീ എന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു, അതുകൊണ്ട് ആമേൻ നിന്റെ ദയ എൻ്റെ മേൽ ദീർഘമാക്കുന്നതോർത്ത് സ്തോത്രം. അപ്പാ, നിന്റെ കരുണയിൽ ആമേൻ നീ ആമേൻ സ്തോത്രം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആ മേഴ്സി വിസിറ്റേഷൻ തരുന്നതോർത്ത് സ്തോത്രം. അപ്പൊ ഒന്ന്, കരുണ ദീർഘമാക്കിയിരിക്കുന്നു. അപ്പൊ കരുണ ദീർഘമാക്കിയത് കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് കർത്താവിന്റെ മേഴ്സി അവിടെ ദൈവം ആമേൻ പകർന്നതുകൊണ്ട് what all are the benefits we have, that we can see the next word, that is fourth word. Jeremiah chapter 31 verse 4. മേഴ്സി ദീർഘമാക്കിയത് കൊണ്ട് ഒന്നാമതായി പറയുക, ഇസ്രായേൽ കന്യകേ
ഞാൻ എൻ്റെ ദയ ദീർഘമാക്കിയിരിക്കുകയാണ് നിന്റെ മേൽ. ഇന്ന് ചില കുടുംബങ്ങളെ ചില ഡിവൈസുകളുടെ പേര് വിളിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ്, കർത്താവ് പറയുകയാണ്, എൻ്റെ മേഴ്സി ഞാൻ നിന്റെ മേൽ ദീർഘമാക്കുകയാണ്. എവിടെയൊക്കെയോ ഉടഞ്ഞു പോകേണ്ട, എവിടെയൊക്കെയോ തകർന്നു പോകേണ്ട, എവിടെയൊക്കെയോ ഫിനിഷായി പോകേണ്ട നിന്നെ എൻ്റെ മേഴ്സി നിന്റെ മേൽ ദീർഘമാക്കിയിരിക്കുന്നത് കൊണ്ട് അടുത്തൊരു ഓട്ടം നിനക്കുണ്ട്, അടുത്ത ഒരു ബ്ലെസ്സിങ് നിനക്കുണ്ട്, അടുത്ത ഒരു മുന്നേറ്റം നിനക്കുണ്ട്. നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും, നിന്റെ മുറിവുകൾ കെട്ടപ്പെടും, നിനക്ക് ആശ്വാസം വരും. ഓ, എത്ര പേർക്ക് ഈ പകലിൽ ആ ദൂതിനൊരു ആമേൻ പറയാൻ പറ്റും? ഇസ്രായേൽ കന്യകേ എന്ന് ഇവിടെ വിളിച്ചിരിക്കുന്നത് പോലെ ചില ഡിവൈസുകളെ ദൈവം പേര് ഈ പ്രഭാതത്തിൽ വിളിക്കുകയാണ്. ഇസ്രായേൽ കന്യകേ, ആമേ, ഞാൻ നിന്നോട് എൻ്റെ ദയ ദീർഘമാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയുക, നോക്കിക്കേ, ഇസ്രായേൽ കന്യകേ, എൻ്റെ ദയ, എൻ്റെ മേഴ്സി ഞാൻ നിന്റെ മേൽ ദീർഘമാക്കിയിരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്നറിയാമോ? ഒന്ന്, ഇസ്രായേൽ കന്യകയെ വായിച്ചാട്ടെ. ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും. അപ്പൊ ഒന്ന്, കർത്താവിന്റെ ദയ നമ്മുടെ മേൽ ദീർഘമാക്കിയിരിക്കുക കൊണ്ട് ഒന്നാമത്തെ ബെനിഫിറ്റ്, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. അതായത് again I will make prosperous unto you. ആമേൻ, സ്തോത്രം. എൻ്റെ ദയ നിന്റെ മേൽ ദീർഘമാക്കിയിരിക്കുന്നത് കൊണ്ട് ഒന്ന്, ഞാൻ ഇനിയും നിന്നെ പ്രോസ്പർ ചെയ്യും, ഞാൻ ഇനിയും നിന്നെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. എത്ര പേർക്ക് ആമേ ഈ പകലിൽ ഒരു സ്തോത്രം പറയുവാൻ കഴിയും? കർത്താവേ, എന്നെ ആത്മീകമായും ഭൗതികമായും നീ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതോർത്ത്, ആമേ, എൻ്റെ കുടുംബത്തെ, ആമേ കർത്താവേ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ഓരോ വിഷയങ്ങളിലും നിന്റെ ദയ ഞങ്ങളുടെ മേൽ ദീർഘമാക്കി നീ ഞങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതോർത്ത് സ്തോത്രം. ആമേൻ, സ്തോത്രം. രണ്ടാമതായി പറയുകയാണ്, രണ്ടാമത്തെ ബെനിഫിറ്റ്, നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ അഭിവൃദ്ധി ഞാൻ വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. രണ്ടാമതായി പറയുകയാണ്, നീ ഇനിയും ചേലോടെ തപ്പ് എടുത്ത് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. ആമേൻ. രണ്ടാമത്തെ ബെനിഫിറ്റ്, ഞാൻ എൻ്റെ ദയ നിന്റെ മേൽ ദീർഘമാക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിക്കും. ആമേൻ, സ്തോത്രം. ചില വിലാപങ്ങൾ നൃത്തമായി തീരാൻ പോകുകയാണ്. എവിടെ ശത്രു നിനക്ക് പെയിൻ ഇട്ടോ, എവിടെ ശത്രു നിന്റെ വിലാപം കാണാൻ ആഗ്രഹിച്ചോ, എവിടെ ശത്രു നിന്റെ കുടുംബത്തിൽ കലഹം കാണാൻ ആഗ്രഹിച്ചോ, എവിടെ ശത്രു ആമേ ഡിസ്ട്രോയ് ചെയ്യാൻ, സ്പ്ലിറ്റ് ആക്കാൻ നോക്കിയോ, ആമേൻ, ആമേ, അവിടെ എൻ്റെ ദയ ഞാൻ നിന്റെ മേൽ ദീർഘമാക്കിയിരിക്കൊണ്ട് ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തും. രണ്ട്, നീ ചേലോടെ ആമേ തപ്പെടുത്ത് നീ സന്തോഷിക്കാൻ പോവുകയാണ്. അതായത് യുവർ മോർണിംഗ് വിൽ ടേൺ ടു ഡാൻസിംഗ്. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കും. എന്റെ ദയ ഞാൻ നിന്റെ മേൽ ദീർഘമാക്കി. എവിടെയൊക്കെയോ നിന്നെ മുടിച്ചു കളയാൻ, നിന്നെ തീർത്ത് കളയാൻ, നിന്നെ ഒതുക്കി കളയാൻ, നിന്റെ കുടുംബത്തെ സ്പ്ലിറ്റാക്കി കളയാൻ ശത്രു പ്ലാൻ ഇട്ടപ്പോൾ, ആ ജോലി മേഖലയിൽ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് നിന്നെ കുടുക്കിക്കളയാൻ ശത്രു പദ്ധതി ഇട്ടപ്പോൾ, എന്റെ ദയ നിന്റെ മേൽ ദീർഘമാക്കിക്കൊണ്ട്, എവിടെയോ പതിര് പാറ്റുന്ന പോലെ നിന്നെ പാറ്റിക്കളയാൻ ശത്രു തന്ത്രം മെനഞ്ഞപ്പോൾ, കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ, അതിനു വേണ്ട കരുക്കൾ നീക്കിയപ്പോൾ, എന്റെ കരുണ ഞാൻ നിന്റെ മേൽ ദീർഘമാക്കിയത് കൊണ്ട് നീ ഇനി അഭിവൃദ്ധി പ്രാപിക്കും. രണ്ട്, നീ ഇനിയും ചേലോടെ തപ്പെടുത്ത് നീ നൃത്തം ചെയ്യും. നൃത്തം ചെയ്ത് എന്ത് ചെയ്യും? ആമേ സന്തോഷിക്കും. നീ ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിക്കും. ആമേൻ, ആമേൻ. ആ ദൂത് റിസീവ് ചെയ്യാൻ കഴിയുന്നവർ ഒരാമേൻ പറഞ്ഞാട്ട്. ആമേൻ, സ്വതന്ത്ര. സിയോനിലെ ദുഃഖിതന്മാർക്ക് ആമേൻ, 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 വിഷണ്ണ മനസ്സിന് പകരം ആമേൻ, ആമേൻ, ഒരു സന്തോഷത്തെ ദൈവം പകരാൻ പോകുകയാണ്. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ആമേൻ വിഷണ്ണ മനസ്സ്. ഇന്നലകളിൽ എവിടെയൊക്കെ വിഷണ്ണ മനസ്സെന്ന് പറയുമ്പോൾ മറ്റൊരർത്ഥത്തിൽ ഡിപ്രഷൻ എന്നാണ്. ചില ഡിപ്രഷൻ
ഡിപ്രഷൻ മൂഡുകൾ എൻ്റെ ദൈവം ബ്രേക്ക് ചെയ്യുന്നു. ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തികൾക്കകത്ത് ചില ഡിപ്രഷൻ മൂഡുകൾ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ എവിടെ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ഡിപ്രഷൻ ഇടുവാൻ, ഡീപ്പ് ഡിപ്രഷൻ ഇടുവാൻ നോക്കിയോ, അവിടെ ഇതാ വലിയൊരു റിജോയ്സ്, വലിയൊരു റിജോയ്സ്, ഡിപ്രഷന് പകരം വലിയൊരു റിജോയ്സ് നിന്റെ ജീവിതത്തിൽ കർത്താവ് തരാൻ പോകും. എന്റെ ദയ നിന്റെ മേൽ ദീർഘമാക്കിയിരിക്കുക കൊണ്ട്, ഒന്ന്, നീ ഇനിയും പ്രോസ്പർ ആകും. രണ്ട്, നീ ഇനിയും റിജോയ്സ് ആകും. മൂന്ന്, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും എന്ന് പറഞ്ഞാൽ ആമേൻ, ഒരു എക്സോഡസ്, ഒരു പുറപ്പാട് നിനക്ക് തരും ദൈവം. ആമേൻ. somebody ആമേൻ shout and say amen. hallelujah. നിനക്കൊരു പുറപ്പാട് ദൈവം തരാൻ പോകുകയാണ്. എവിടെയാണോ നീ സ്റ്റക്കായി കിടന്നത്, എവിടെയാണോ ആമേൻ മുൻപോട്ട് ചുവട് വെക്കാൻ കഴിയാതെ ഒരിടത്ത് കെട്ടപ്പെട്ടായിരുന്നത്, ആ സാഹചര്യം ഏതാണോ, ആ സിറ്റുവേഷൻ ഏതാണോ, ആ സാഹചര്യങ്ങളെ പൊളിച്ച് എൻ്റെ ദൈവം നിനക്കൊരു പുറപ്പാട് തരാൻ പോകുകയാണ്. ഒരു എക്സോഡസ് തരാൻ പോകുകയാണ്. അത് ആത്മീക പുറപ്പാടുകളാകട്ടെ, അത് ഫൈനാൻസ് ആകട്ടെ, അത് മറ്റു മേഖലകളാകട്ടെ, ഒരു പുറപ്പാട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ അവയെ കൽപ്പിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ കർത്താവ് അത് കൽപ്പിക്കുന്നു. എവിടെ നീ സ്റ്റക്കായി കിടക്കണം, എവിടെ നീ ആമെ കെട്ടപ്പെട്ട് കിടക്കണമെന്ന് ശത്രു ചിന്തിച്ചോ, അവിടെ എൻ്റെ കർത്താവ് ദയ നിന്റെ മേൽ ദീർഘമാക്കിയത് കൊണ്ട് നീ ആമെ നിനക്കൊരു പുറപ്പാടുണ്ടാകും. അപ്പോൾ ഒന്ന്, അഭിവൃദ്ധി വരും. രണ്ട്, ആമെ സന്തോഷം, റിജോയ്സ് തരും. മൂന്ന്, ഒരു എക്സോഡസ്, ഒരു പുറപ്പാട് തരും. ആമേൻ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യസ്നേഹം കൊണ്ട് നീ ഞങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞങ്ങളോടുള്ള ദയ, എന്നോടുള്ള നിന്റെ ദയ നീ വലുതാക്കി. ആ ദയ, മേഴ്സി എൻ്റെ മേൽ അങ്ങ് വലുതാക്കിയിരിക്കുക കൊണ്ട്, ഒന്ന്, ആമേ, എനിക്ക് ഇനിയും പ്രോസ്പർ ഉണ്ട്. ഞാൻ ഇനിയും അഭിവൃദ്ധി പ്രാപിക്കും. ഞാൻ ഇനിയും റിജോയ്സ് ചെയ്യും. എനിക്കൊരു പുറപ്പാടും ദൈവം തരും. കർത്താവേ, നിന്റെ ജനത്തിന്റെ മേൽ ഈ വചനത്തെ ആക്കി ബ്ലസ് ചെയ്യുകയാണ്. വചനത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം വീണ്ടും ധ്യാനിക്കുക. God bless you. Have a nice day. Bye.